ഇപ്പോൾ 1975 അടിയന്തരാവസ്ഥ എല്ലാവർക്കും അറിയാം. അടിയന്തരാവസ്ഥയിൽ മരണപ്പെട്ട രാജനെയും എല്ലാവർക്കും അറിയാം. ഈ ആ പശ്ചാത്തലം വെച്ചുകൊണ്ട് അനേകം സിനിമകളും കഥകളുമൊക്കെ എഴുതി. ഇവിടെ വിനു എബ്രഹാമിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥയാണ്, ഈ പശ്ചാത്തലം വെച്ചുകൊണ്ടുള്ള കഥയാണ് കഴുതപ്പുലികളുടെ ചിരി. ആ തലക്കെട്ടിൽ തന്നെ ആ മുഖചിത്രം കൊടുത്തിരിക്കുന്നത് തന്നെ അന്ന് ആ സംഭവങ്ങൾക്ക് കൂടെ ഉണ്ടായിരുന്ന പുലിക്കോടൻ നാരായണൻ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും കോടതിയിൽ ആക്കിയപ്പോൾ എടുത്ത ഇതുപോലുള്ള പീഡനങ്ങൾ നിസ്സാരമാണെന്ന് വൽക്കരിച്ചുകൊണ്ടുള്ള ചിരിയാണ്. ആ കവർ പേജ് തൊട്ട് തുടങ്ങുന്നു അതിൻ്റെ ഗൗരവം. എന്നെ വല്ലാതെ ഉലച്ചിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങൾ ഈ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ മലമുകളിലെ ക്ഷുരകൻ എന്ന് പറയുന്ന ഒരു കഥ വായിച്ചിരിക്കുന്നത്. ഈ രാജന് ഉപദ്രവിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആൾ താൻ നടത്തിയ വീരകൃത്യത്തെക്കുറിച്ച് മുടിവെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പറയുകയും പറഞ്ഞതിന് ശേഷം പറഞ്ഞു തീരുമ്പോൾ അദ്ദേഹം അവസാനം ആ കത്തി കൊണ്ട് തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥനെ കൊല്ലുന്നതാണ് അതിലെ പ്രമേയം. അപ്പോൾ ശത്രുതാ മനോഹരമായി പോലീസിനെ ചിത്രീകരിക്കുന്നു. അപ്പോൾ അതെന്തിനാണ്? ഒരു എഴുത്തുകാരൻ്റെ ധർമ്മം ഒരു തിരുത്തൽ ശക്തിയായി മാറി വരാനാണ്. അങ്ങനെ അത്തരത്തിലുള്ള പ്രതിച്ഛായ നിർമ്മാണം സിനിമയിലും ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഉദാഹരണങ്ങളൊന്നും ഇപ്പോൾ സൂചിപ്പിക്കുന്നില്ല. എങ്കിലും സിനിമാ മേഖലയിൽ നിൽക്കുന്ന ഷാഹി കബീറിന് സിനിമ എന്ന മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് ഈ സേനയിൽ നടക്കുന്ന മോശമായ പ്രവണതകളെ തുറന്നു കാണിച്ചുകൊണ്ടും പോലീസിനെ കൂടുതൽ സാമൂഹ്യബോധവും ജനകീയവൽക്കരിക്കുന്നതിനും ഉള്ള വഴികൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരന്വേഷണം നടത്തിക്കൂടെ എന്നുള്ളതാണ്. ഇത് ഈ പറയുന്ന 90s കാലഘട്ടം വരെ ജനം ഈ സാറ് പറഞ്ഞ ശരിയാണ്. ഒരു 90 വരെയൊക്കെ ഈ പോലീസ് പീഡനങ്ങളും എല്ലാം നേരിട്ട് അനുഭവിച്ച ഒരു മനുഷ്യർ പോലീസിനെ ഭയക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം ഇന്നത്തെ കാലത്തുള്ള സാധാരണ ചെറുപ്പക്കാരോ ആൾക്കാരോ പോലീസിനെ ഭയക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അവർ നേരിട്ട് പോലീസിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടല്ല, മീഡിയയും സിനിമകളും നൽകുന്ന ഒരു ബോധമാണ്. കാരണം സാധാരണഗതിയിൽ 185 എന്ന് പറയും, മദ്യപിച്ച ഒരാളെ വാഹനം ഓടിച്ച് പിടിച്ചാൽ പോലീസുകാർ ഏറ്റവും സന്തോഷത്തോടു കൂടി ഏറ്റവും പെട്ടെന്ന് ആരെങ്കിലും വിളിച്ച് പറഞ്ഞു വിടുന്നൊരു സംവിധാനമാണത്. അതിനൊരു ചെറുപ്പക്കാരനെ പിടിച്ചപ്പോൾ ആ എൻജിനീയറാണ്, അയാൾ നിലവിളിക്കുകയാണ്, അയാൾ പോലീസ് ജീപ്പിൽ കയറാൻ ഭയമാണ്. ഞാൻ സുഹൃത്ത് എന്താണെന്ന് ചോദിച്ചാൽ അയാളുടെ അപ്പോഴത്തെ മനസ്സിലെ വിചാരം പോലീസ് കൊണ്ട് ഇടിക്കുകയോ ഉപദ്രവിക്കുക എന്നുള്ള ആ ബോധം എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ വെളിയിൽ നിന്നുള്ള സിനിമകളും ഈ പറയുന്ന മാധ്യമമൊക്കെ കൊടുത്തതന്നെയാണ്. അപ്പം ഉദാഹരണമുണ്ട്, ഞാൻ എപ്പോഴും പറയാനുള്ളത് ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും. അപ്പം ഞങ്ങൾ ഡ്യൂട്ടി ഒരു ഇലക്ഷൻ ഡ്യൂട്ടി സമയത്തായിരുന്നു തോന്നുന്നു, തിരുവനന്തപുരത്ത് നിന്ന് കണ്ടു. ആ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. തിരുവനന്തപുരത്തു നിന്നും കണ്ടു, കൊല്ലത്തു നിന്നും കണ്ടു, അങ്ങ് കണ്ണൂരിൽ നിന്നും കണ്ടു. തിരുവനന്തപുരം, പാലക്കാട്, കണ്ണൂർ, ഈ 3 സ്ഥലത്ത് കണ്ടു. അതിൻ്റെ അകത്ത് ഓർമ്മയുണ്ടെന്ന് പറയുന്നത്, നിങ്ങൾ വിജയരാഘവൻ്റെ ക്യാരക്ടർ വിവാഹം ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു സ്ത്രീയെ ഇറക്കിക്കൊണ്ടു പോകാൻ പോവാണ്. അപ്പോൾ തലേന്നാണ് വരുന്നത്. അപ്പം ഈ സ്ത്രീയുടെ കല്യാണം ഒരു പോലീസുകാരനായിട്ടാണ്. അപ്പോൾ അതുവരെ ആ സ്ത്രീക്ക് ആ വിജയരാഘവനോട് താല്പര്യം ഉണ്ടായിരുന്നു. ഇയാൾ തൊട്ട് തലേന്ന് രാത്രി വന്നിരിക്കുകയാണ് കൊണ്ടുപോകാൻ. അപ്പോൾ ആ പോലീസുകാരനോട് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ വിജയരാഘവൻ പറയാം, പോലീസിനെ ചതിച്ചാൽ പുണ്യം കിട്ടും. ഇതിന് കൈയടിക്കാത്ത ജനവാ തിയേറ്ററിലില്ലായിരുന്നു ഈ 3 സ്ഥലങ്ങളിലും. അപ്പം അതിൽ നിന്ന് ഞങ്ങളെങ്കിലും വരുമ്പോൾ പോലീസിൻ്റെ യാഥാർത്ഥ്യങ്ങളും അല്ല, പോലീസ് സംവിധാനം മൊത്തം നല്ലതാണെന്നൊന്നും പറയാനല്ലോ ഉദ്ദേശിക്കുന്നത്. അങ്ങനൊരു താല്പര്യമില്ല. പോലീസുകാരും മനുഷ്യരാണെന്ന് പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്ന സിനിമകളാണ് ചെയ്യുന്നത്. അത് ഇപ്പം ഞങ്ങളാണെന്ന് പറയാൻ പറ്റില്ല. അത് ഒരു റിയലിസ്റ്റിക് സിനിമകളുടെ ഒരു കാലഘട്ടത്തിലോട്ടല്ലേ കുറച്ചുകൂടെ യഥാതഥമായി കഥകൾ പറയാൻ തുടങ്ങിയ കാലത്ത് ഓട്ടോമാറ്റിക്കലി മാറിയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ഇവിടുന്നും പഴയ ആക്ഷൻ ഹീറോസും എല്ലാം ഉണ്ട്. എന്നാലും പരക്കെ കുറേ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അത് ഞങ്ങൾ മാത്രമല്ല, മറ്റു സിനിമാക്കാരും അങ്ങനെ തന്നെയാണ്
ഇപ്പം ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും ശ്രദ്ധിച്ചാൽ അറിയാം, പണ്ടത്തെ കണക്ക് എങ്ങനെയും ചെയ്യുന്നതല്ല. ഏതെങ്കിലും ഒരു പോലീസുകാരെ സപ്പോർട്ടിന് വയ്ക്കുക, അസിസ്റ്റന്റ് ഡയറക്ടർ ആക്കുക, അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റിൻ്റെ അകത്ത് ചർച്ചകൾക്ക് ആ പോലീസുകാർ ഉപയോഗിക്കുക. അങ്ങനത്തെ സംവിധാനത്തിലാണ് ഇപ്പോൾ പുതിയ സിനിമകൾ ചെയ്യുന്നത്. എല്ലാവരും അതിൻ്റെ യഥാതഥമായ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് നോർമലായി വന്നൊരു മാറ്റമാണ്. പിന്നെ ഞങ്ങൾ ശ്രമിക്കുന്നു, അത്രയേ ഉള്ളൂ.